പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അക്കൗണ്ടിംഗിൽ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. നോക്കാം നമുക്ക് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ. ആദ്യം മനസ്സിലാക്കുക എന്താണ് ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ളത്. ഒന്നാമതായി നമ്മൾ പഠിച്ചു വരുന്നതാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത് റെപ്യൂട്ടേഷൻ ഓഫ് ദി ബിസിനസ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ പുതിയൊരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തുണ്ടാവാൻ സാധ്യതയില്ല, ഗുഡ്വിൽ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ അഡ്മിഷന്റെ കേസിൽ നമ്മൾ ഗുഡ്വിൽ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് പരിഗണിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ രണ്ട് പാർട്ട്നേഴ്സ് മാത്രമുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഓക്കെ, അതിലിപ്പോ ഒരു 180 രൂപയാണ് 180 രൂപയാണ് ലാഭം എന്ന് വിചാരിക്കുക. 180. ഓക്കെ, അതവർ തുല്യമായി വീതിക്കുന്നു. 90 and 90 90 രൂപ വെച്ച് അവര് തുല്യമായി വീതിക്കുന്നു. മൂന്നാമത് ഒരു പങ്കാളിയെ കൂടി അവർ ജോയിൻ ചെയ്യിക്കുകയാണ്. അയാളോടും പറയുന്നുണ്ട് തുല്യമായി എത്ര ലാഭം ലഭിക്കുന്നുവോ 3 പേർക്കും തുല്യമായി വീതിക്കാം എന്നുള്ളത്. അടുത്ത വർഷം 180 രൂപ ലാഭം ലഭിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും വീതിക്കുക? 60 3 പേർക്കും വീതമായിരിക്കും അല്ലെ. അപ്പൊ നോക്കൂ, നിങ്ങൾ മുൻപുണ്ടായിരുന്നവര് അവരെന്ത് ചെയ്തു? അവരുടെ ഓരോരുത്തരുടെയും ഷെയറിൽ നിന്ന് 30 വീതം സാക്രിഫൈസ് ചെയ്യുന്നു, വിട്ടു നൽകുന്നു. ആർക്ക് വേണ്ടി? പുതിയ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടുത്തെ കേസിൽ പാർട്ട്ണർ ആണ്. അപ്പൊ പുതിയ പാർട്ട്ണർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഭാഗം അവർക്ക് 90 രൂപ കിട്ടിയിരുന്ന എമൗണ്ടിൽ നിന്ന് 30 രൂപ മാറ്റി വെച്ച് ആ 30 രൂപ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്, ആണല്ലോ. ഓക്കെ, അപ്പൊ ആ വിട്ടുകൊടുക്കുന്നതിന്റെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനാണ് നമ്മള് ഓരോ പുതിയ പാർട്ട്ണറും സ്ഥാപനത്തിലേക്ക് എന്ത് നൽകണമെന്ന് പറയുന്നത്? ഗുഡ്വിൽ എമൗണ്ടിന്റെ ഒരു ഷെയർ നൽകണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോക്കിയാൽ മതി. ഒരു പുതിയൊരു സ്ഥാപനമാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ലാഭം ലഭിക്കാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പൊ അധിക ലാഭം ഇവിടെ ലഭിക്കുന്നത് കൊണ്ടാണ് ഇവർ എന്ത് പറയുന്നത്? ഇവര് പുതിയ പാർട്ട്ണർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവര് എന്ത് കൊണ്ടുവരണം? ഗുഡ്വില്ല് കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു സെന്റൻസ് നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു പുതിയ ഒരു പാർട്ട്ണർ ചേരുന്ന സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സ് എന്തുണ്ടാവുന്നുണ്ട്? ഒരു ലോസ് സംഭവിക്കുന്നുണ്ട്. ആ ലോസ് ആര് കോമ്പൻസേറ്റ് ചെയ്യണം? ഈ പുതിയ പാർട്ട്ണർ എന്ത് ചെയ്യണം? കോമ്പൻസേറ്റ് ചെയ്യണം. ആ കോമ്പൻസേറ്റിംഗ് എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മള് ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷെയർ ഓഫ് ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് പ്രീമിയം എന്ന് ഉദ്ദേശിക്കുന്ന എന്തിനെ തന്നെയാണ്? ഷെയർ ഓഫ് ഗുഡ്വില്ലിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രീമിയം എന്ന് പറയുന്നത്. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ ഈ ഒരു പാർട്ട്ണർഷിപ്പിലെ ബിസിനസ്സില് പ്രീമിയം എന്ന് കണ്ടാൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഷെയർ ഓഫ് ഗുഡ്വിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ പ്രീമിയം എമൗണ്ട് ഈസ് ഷെയർഡ് ബൈ ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ റേഷ്യോ ഇൻ വിച്ച് ദേ മേക്ക് ദ സാക്രിഫൈസ്. ആ കൊണ്ടുവരുന്ന ആ ഗുഡ്വില്ല് അവർ എങ്ങനെയാണ് പങ്കിട്ടെടുക്കേണ്ടത്? ഏത് രീതിയിലാണോ അവർ സാക്രിഫൈസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് എന്ത് അവർ പങ്കിട്ടെടുക്കേണ്ടത്. ഇപ്പൊ തുല്യമായിട്ടാണ് വിട്ടുകൊടുക്കുന്നത്, സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പോ ലഭിക്കുന്ന ഗുഡ്വില്ലും എന്തിരിക്കണം? തുല്യമായിട്ടാണ് പങ്കിടേണ്ടത്. അല്ലെങ്കിൽ 2:1 അനുപാതത്തിലാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പൊ കൊണ്ടുവരുന്ന പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വില്ലും ഏത് രീതിയിൽ തന്നെയാണ് വീതിക്കേണ്ടത്? 2:1 എന്ന അനുപാതത്തിൽ തന്നെയാണ് എന്ത് വീതിക്കേണ്ടത് എന്നുള്ളത്. നോക്കാം നമുക്ക്. ഓക്കെ, ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ ഇൻ വേരിയസ് കേസസ്. നമുക്കിവിടെ 7 കേസുകളാണുള്ളത്. ഓക്കെ, 7 കേസുകളിൽ എങ്ങനെയാണ് ഗുഡ്വില്ല് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേസ് നമ്പർ 1. When the goodwill that means premium is paid privately. എങ്ങനെയാണ് ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം എന്നുള്ളത് പ്രൈവറ്റ് ആയിട്ട്, അതായത് ബിസിനസ് അകത്തല്ല, ബിസിനസിന്റെ പുറത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? സെറ്റിൽ ചെയ്യാണ്. നമുക്കറിയാം, ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാറുള്ളൂ. അപ്പൊ അവർക്ക് പ്രൈവറ്റ് ആയിട്ടാണ് പ്രീമിയം നൽകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല? there is no need of any journal entry എന്നുള്ളത്. ഇവിടെ നോക്കാം, ഔട്ട് ഓഫ് ദി ബിസിനസ് ആണ്. ബൈ ദ ന്യൂ പാർട്ട്ണർ ടു ദ ഓൾഡ് പാർട്ട്നേഴ്സ് നോ എൻട്രി ഈസ് റെക്കോർഡ്. അപ്പൊ ഈ ഒന്നാമത് കേസ് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. അവിടെ എന്തില്ല? ഒരു ജേണൽ എൻട്രിയുടെ ആവശ്യം ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ കേസ് നമ്പർ 1 is out. Case number 2. When a new partners bring any share of goodwill in cash and the same retained in the business. എന്താണ്? പുതിയ പാർട്ണർ ക്യാഷ് ആയിട്ടാണ് ഗുഡ്വിൽ കൊണ്ടുവരുന്നത്. ക്യാഷ് ആയി കൊണ്ടുവരുന്നു. അതെന്ത് ചെയ്യുന്നു?
ബിസിനസ്സിൽ നിലനിർത്തുകയും ചെയ്യുന്നു. ഓക്കെ, ബിസിനസ്സിൽ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നില്ല, ആ കൊണ്ടുവരുന്ന എമൗണ്ട് ആർക്കുള്ളതാണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ഉള്ളതാണ്. അത് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? പിൻവലിക്കാം. അല്ലെ, അവർക്കുള്ള ഒരു നഷ്ടപരിഹാരമാണത്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പിൻവലിക്കാം. എന്നാൽ ഈ രണ്ടാമത്തെ കേസ് അവർ എന്താ ചെയ്യുന്നത്? ഗുഡ്വിൽ അവർക്ക് ലഭിക്കുന്നു, അവർ എന്ത് ചെയ്യുന്നു? ബിസിനസ്സിൽ തന്നെ എന്ത് ചെയ്യുന്നത്? വെക്കുന്നുണ്ട്, അവർ പിൻവലിക്കുന്നില്ല. ആ ഒരു കേസിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം നമുക്ക്. നമ്പർ 1, when cash brought in as goodwill. എന്താണ്? ആ പുതിയ പാർട്ണർ ഗുഡ്വില്ല് ക്യാഷ് ആയി കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താണ് എൻട്രി കാണിക്കേണ്ടത്? എന്താണ് എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം. ഈ പ്രീമിയം പറഞ്ഞ വാക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നതാണ്? നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് ഗുഡ്വിൽ. ഗുഡ്വിൽ വേണ്ടി ഉപയോഗിക്കുന്ന ടേം ആണെന്ത്? പ്രീമിയം എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? പ്രീമിയം. അപ്പോ ക്യാഷ് കൊണ്ടുവരുന്ന സമയത്ത് എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം എന്നുള്ളത്. രണ്ടാമത്തെ എൻട്രി എന്താണ്? when goods goodwill distributed among old partners. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പ്രീമിയം കൊണ്ടുവരുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഓൾഡ് പാർട്ട്നേഴ്സിനാണ്. അപ്പൊ ആ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യാം? നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ പ്രീമിയം ഇവിടെ എന്താണ്? ക്രെഡിറ്റ് സൈഡിലാണ്. നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രീമിയത്തെ ഡെബിറ്റ് ചെയ്യുന്നു ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതെന്താണ്? ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഏത് റേഷ്യോയിലാണ്? സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ്. സാക്രിഫൈസിംഗ് റേഷ്യോ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ അത് ഏത് അനുപാതത്തിലാണോ സാക്രിഫൈസ് ചെയ്യുന്നത് അതേ അനുപാതത്തിൽ എന്ന് വേണ്ടത് ഇവര് ആ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത്. നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതിലെ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനില് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാന്നുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1, എയും ബിയും പാർട്ട്നേഴ്സ് ആണ് അല്ലെ. 5:3 ആണ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത്. 5:3. ഓക്കെ, 1/4 ഷെയർ ആണ്. പുതിയ ആളുടെ ഷെയർ 1/4 ആണ്. അയാൾ എത്ര കൊണ്ടുവരുന്നത്? 30,000 ആണ് അയാൾ കൊണ്ടുവരുന്ന എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോ സി ബ്രോട്ട് 30,000 ഫോർ 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ് ആസ് പ്രീമിയം. അപ്പൊ പ്രീമിയം ആയിട്ട് പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന എമൗണ്ട് എത്രയാണ്? 30,000 എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാമെന്നുള്ളത് വളരെ സിമ്പിൾ. നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ കേസ് നമ്മൾ പഠിച്ച രീതിയാണിത്. സാക്രിഫൈസ് റേഷ്യോ തന്നെയാണ്. 5:3 തന്നെയാണ് സാക്രിഫൈസ്. ഇവിടെ നോക്കാം, നമ്മള് മുൻപ് പഠിച്ചാണ്. അവരുടെ ഓൾഡ് റേഷ്യോയും അതേപോലെ പുതിയ ആളുടെ ഷെയർ മാത്രം തന്നാൽ ഓൾഡ് റേഷ്യോ തന്നെയാണ് എന്ത്? അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോ എന്നുള്ളത്. അപ്പൊ സാക്രിഫൈസ് റേഷ്യോ 5:3 എന്നുള്ളത്. ദെൻ സി ഷെയർ എത്രയാണ്? സിയുടെ ഷെയർ 30,000 എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗുഡ്വില്ല് കമ്പനിക്ക് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൽ കിട്ടിയതായിട്ട് കാണിക്കണം. അതെങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം അല്ലെ. എത്ര കിട്ടിയത്? 30,000. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം. നമുക്കറിയാം പ്രീമിയം അതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? ഗുഡ്വിൽ എന്ന് എഴുതിയാൽ ശരി തന്നെയാണ് കേട്ടോ. രണ്ടാമത്, ഈ ലഭിച്ച പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെയാണ്? പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാ? 30,000. ദെൻ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ഈ എമൗണ്ട് എങ്ങനെയാ കിട്ടിയിട്ടുള്ളത്? എങ്ങനെയാണ്? ഈ 30,000ന്റെ 5:3 വീതിച്ചു. അതായത് 30,000 into 5/8. അതൊരാൾക്ക് 30,000 into 3/8 മറ്റൊരാൾക്ക്. ഇതാണിത് ഈ രണ്ട് എമൗണ്ട്. ഇതിലെ ആദ്യത്തെ ആൾക്ക് 18,750, രണ്ടാമത്തെ ആൾക്ക് 11,250. ഇതായിരിക്കും അതിന്റെ എൻട്രി എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് രണ്ടാമത്തെ കേസ് എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസ് ആണ്. ഗുഡ്വിൽ കൊണ്ടുവരുന്നു, അത് അതേപോലെ ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നത്? റീറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ബിസിനസ് അത് പുറത്തേക്ക് പോകുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൊണ്ടുവരുന്ന എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് വിതരണം ചെയ്യുന്നത് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ഏത് അനുപാതത്തിലാണ്? അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതാണ്. അപ്പൊ ഒന്നാമത്തെ കേസ് നമ്മൾ മനസ്സിലാക്കി, രണ്ടാമത്തെ കേസ് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. കേസ് നമ്പർ 3. ഇപ്പൊ നമ്മള് നേരത്തെ ഞാൻ പറഞ്ഞൊരു കേസ് ഉണ്ട്. എന്തായിരുന്നു?
ഈ കൊണ്ടുവരുന്ന പ്രീമിയം ആർക്കുള്ളതാണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ഉള്ളതാണ്. അത് മറക്കരുത്. ആർക്കുള്ളതാണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ഉള്ളതാണ്. അപ്പൊ ഈ കൊണ്ടുവരുന്ന എമൗണ്ട് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യാം. ആ ഒരു കേസാണ് നമ്മൾ കേസ് നമ്പർ 2. എന്നാൽ ഇവിടെ എന്താണ് മൂന്നാമത്തെ കേസ് പറയുന്നത്? അത് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം. മേ ബി ഒന്നെങ്കിൽ ഫുൾ ആയിട്ട് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിലോ പാർഷ്യലി, ഭാഗികമായിട്ട്. ഇപ്പൊ അവർക്ക് 1000 രൂപയാണ് അവർക്ക് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് 500 രൂപ പിൻവലിക്കാം, അല്ലെങ്കിലോ ഫുൾ ആയിട്ടും പിൻവലിക്കാം. അവർക്ക് എത്രയാണോ വേണ്ടത് പിൻവലിക്കാം എന്നുള്ളത്. ഇതാണ് മൂന്നാമത്തെ കേസ്. When the new partner bring his share of goodwill in cash, the same fully or partly withdrawn by the old partners. എന്താ ചെയ്യുന്നത്? കൊണ്ടുവരുന്നു, ഒന്നെങ്കിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ പാർട്ട്ലി, ഭാഗികമായിട്ടോ എന്ത് ചെയ്യുന്നു? പിൻവലിക്കുന്നു എന്നുള്ളത്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് എൻട്രി ഉണ്ടാവുക എന്നുള്ളത്. ഒന്ന്, അയാൾ കൊണ്ടുവരുന്ന സമയത്ത് ആ എൻട്രിക്ക് മാറ്റമില്ല. നമ്മൾ മുമ്പ് പഠിച്ച അതേ കാര്യം തന്നെയാണ്. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം, അല്ലെ? മുമ്പത്തെ കേസ് നമ്മൾ ഇത് തന്നെയാണ് പരിചയപ്പെടുത്തുക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം എന്നുള്ളത്. രണ്ടാമത്, വെൻ ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ടഡ്, ഗുഡ്വിൽ എന്ത് ചെയ്യുന്നു? മറ്റു പാർട്ട്നേഴ്സിന്, ദാറ്റ്സ് മീൻ ഓൾഡ് പാർട്ട്നേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? വീതിച്ചു കൊടുക്കുന്നു. അപ്പൊ എന്താണ് എൻട്രി വരിക? പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ്. നമ്മൾ നേരത്തെ ക്വസ്റ്റിൽ കണ്ടു, പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ, സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും എൻട്രി നേരത്തെ പോലെ തന്നെയാണ്. എന്നാൽ അഡീഷണൽ ആയിട്ട് പുതിയ ഒരു എൻട്രി വരുന്നു. എന്താണ്? വെൻ ഗുഡ്വിൽ എമൗണ്ട് വിഡ്രോൺ ബൈ ദി ഓൾഡ് പാർട്ട്നേഴ്സ്. അവരെ പിൻവലിച്ചാൽ എന്താണ് എൻട്രി എന്നുള്ളത്? ഒരു പ്രോബ്ലം ഇല്ല. എന്ത് ചെയ്താൽ മതി? സാധാരണ പോലെ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ത് ചെയ്താൽ മതി? ആ ഓൾഡ് പാർട്ട്നേഴ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യാം. ക്യാഷ് എന്താണ്? ഗോസ് ഔട്ട്, പുറത്തു പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യാം? ഒരു പേയ്മെന്റ് പോലെയാണ് എന്ത് കാണിക്കാം? ടു ക്യാഷ് എന്ന് കാണിക്കാം. ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കും ബിയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അത് എന്ത് ചെയ്യുക? അവർ പിൻവലിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇനി എത്രയാണോ എമൗണ്ട് പിൻവലിക്കുന്നത് അത് അവർക്ക് നേരെ കാണിക്കാം. ചിലപ്പോൾ എന്താവാം? ഫുൾ എമൗണ്ടും പിൻവലിക്കുന്നുണ്ടാവാം, അല്ലെങ്കിലോ പാർഷ്യൽ ആയിരിക്കാം. എത്രയാണോ പിൻവലിക്കുന്നത് അത് എന്ത് ചെയ്യാം? അവർക്ക് നേരെ കാണിച്ചു കൊടുത്താൽ മതി. ഇതാണ് മൂന്നാമത്തെ കേസ് എന്നുള്ളത്. നമുക്ക് ഇതിന്റെ പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടുത്തെ കേസിൽ സന്തോഷ് ആൻഡ് ആന്റണി രണ്ടു പേരാണ്. ദേ ഷെയർ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3. നേരത്തെ പറഞ്ഞ അതേ റേഷ്യോ തന്നെയാണ് 5:3 എന്നുള്ളത്. ദേ അഡ്മിറ്റ് ബിജു, ബിജുവിനെയാണ് പുതുതായിട്ട് അവർ അഡ്മിറ്റ് ചെയ്യുന്നത്. ഹു പേ 50,000 ഫോർ ക്യാപിറ്റൽ. കാരണം നമുക്കറിയാം പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾ രണ്ട് കാര്യങ്ങളാണ് ബിസിനസ്സിലേക്ക് നൽകേണ്ടത്. ഒന്നെന്താണ്? ക്യാപിറ്റൽ. രണ്ടെന്താണ്? ഗുഡ്വിൽ. ഏതൊക്കെയാണ്? ക്യാപിറ്റലും ഗുഡ്വില്ലും. അപ്പൊ ക്യാപിറ്റൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ആദ്യം മുതൽക്ക് നമുക്കറിയാം, അല്ലെ? ഒരാൾ ക്യാപിറ്റൽ കൊണ്ടുവന്ന് നമുക്ക് എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഇപ്പൊ എ കൊണ്ടുവരാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് ക്യാപിറ്റൽ. അത് നമുക്ക് എന്തില്ല? ഒരു പുതിയ ഇൻഫർമേഷൻ അല്ല. നമുക്ക് അതെന്താണ്? ഓൾറെഡി നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യാനുണ്ട്. അതിന് പുറമെ 18,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. എന്ത് കൊണ്ടുവരുന്നുണ്ട്? 18,000 രൂപ ഗുഡ്വിൽ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അവിടെയാണെന്ത്? നമുക്കുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. Then അങ്ങനെ ഹാഫ് ഓഫ് ദി ഗുഡ്വിൽ ഈസ് വിഡ്രോൺ. എന്താണ്? ഹാഫ്, പകുതി. അപ്പൊ അവർക്ക് എത്രയാണോ ഗുഡ്വിൽ അവരെ വീതിച്ച് അവർക്ക് ലഭിക്കുന്നത് ആ ലഭിക്കുന്നതിന്റെ പകുതി ആരെന്ത് ചെയ്യുന്നു? ഓൾഡ് പാർട്ട്നേഴ്സ് പിൻവലിക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ആദ്യം ഇവിടെ ക്വസ്റ്റിൽ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടി. എന്താണ്? പുതിയ റേഷ്യോ എന്താണ്? 4:2:1 എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ കേസ് നമുക്കറിയാം ആ ഒരു ഗുഡ്വില്ലിന്റെ കേസിൽ മാത്രമാണ് നമുക്ക് എന്തിന്റെ ആവശ്യമുള്ളത്? സാക്രിഫൈസ്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യാം. ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആരുടെ ആവശ്യം ഉണ്ടാവുക? സാക്രിഫൈസ് റേഷ്യോന്റെ ആവശ്യം ഉണ്ടാവുക. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴാണ് സാക്രിഫൈസ് റേഷ്യോയില് എമൗണ്ട് വീതിക്കേണ്ടി വരിക? എപ്പോഴാണ്? ഒരാളെ ചേർക്കുമ്പോ അയാൾ കൊണ്ടുവരുന്ന പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വില്ല് വീതിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യാം? സാക്രിഫൈസിംഗ് റേഷ്യോ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഗുഡ്വില്ല് അഡ്മിഷൻ സമയത്ത് കൊണ്ടുവരുമ്പോ അത് വീതിക്കുന്നത് ഏത് റേഷ്യോയിലാണ്? സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ്. മറക്കരുത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്തില്ല? സാക്രിഫൈസിംഗ് റേഷ്യോ ഇല്ല. ശരിക്കും നമുക്ക് വേണ്ട കാര്യം എന്താ?
ജേണൽ എൻട്രി ആണ് വേണ്ടത്. എന്നാൽ ഇവിടെ നമുക്ക് സാക്രിഫൈസ് റേഷ്യോയിലാണ് വീതിച്ച് കൊടുക്കേണ്ടത്. അതുകൊണ്ട് എക്സ്ട്രാ ആയി നമുക്ക് എന്ത് ചെയ്യണം? സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞതാണ്. റേഷ്യോ കാണാനുള്ള പല രീതികൾ നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. നമുക്ക് ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്, അതുപോലെ എന്താണ് ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്. രണ്ട് റേഷ്യോ അവൈലബിൾ ആണ്. ഇതാണ് അവരുടെ ഓൾഡ് റേഷ്യോ 5:3. നമുക്ക് എങ്ങനെ എഴുതാം? 5/8 അതുപോലെ എന്താണ് 3/8. 4:2:1 എങ്ങനെ എഴുതാം? 4/6 4/7 അതുപോലെ 2/7 അതുപോലെ 1/. ഇങ്ങനെ എഴുതാം നമുക്ക്, അല്ലെ? അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ അവിടെ കാണിക്കുന്നത് സന്തോഷ് സാക്രിഫൈസ് എത്രയാണ്? സന്തോഷിന്റെ സാക്രിഫൈസ് എത്രയാണ്? 3/56. ആന്റണിയുടെ സാക്രിഫൈസ് എത്രയാണ്? 5/56. ഈ ഒരു കാൽക്കുലേഷൻ എന്താണ് നമ്മൾ മുൻപൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിൽ വന്നിട്ടുള്ളതാണിത്. ഈ 4:2:1 അതുപോലെ 5:3 ഇത് രണ്ടും വരുന്ന സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്നുള്ളത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ സാക്രിഫൈസ് റേഷ്യോ എന്താണ്? 3:5 എന്നുള്ളതാണ് സാക്രിഫൈസ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ഗുഡ് വിൽ. പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വില്ല് വിതരണം ചെയ്യാൻ വേണ്ടിയാണ് എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? സാക്രിഫൈസ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ജേണൽ എൻട്രീസ് ആണ് നമുക്ക് കാണിക്കേണ്ടി വരിക എന്നുള്ളത്. ഒന്നാമതായി നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇയാൾ കൊണ്ടുവരുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. 2, ഗുഡ് വിൽ കൊണ്ടുവരുന്നുണ്ട്. 3, ആ കൊണ്ടുവന്ന ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കണം. 4, അവർക്ക് വീതിച്ച് കിട്ടിയതിൽ നിന്നും അവരെന്ത് ചെയ്യുന്നു? പകുതി എന്ത് ചെയ്യുന്നുണ്ട്? വിഡ്രോ ചെയ്യുന്നുണ്ട്, പിൻവലിക്കുന്നുണ്ട്. ഇങ്ങനെ 4 ജേണൽ എൻട്രികളാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. നോക്കാം നമുക്ക്. ഒന്നാമത് ഇയാൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന എൻട്രി ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിജൂസ് ക്യാപിറ്റൽ എത്രയാ? 50,000 ആണ് ഇയാൾ കൊണ്ടുവരുന്നത്. ഈ എൻട്രി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രശ്നവുമില്ല. ഉണ്ടോ? ഇല്ലല്ലോ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നുള്ളത്. രണ്ടാമത് ഇയാള് പ്രീമിയം കൊണ്ടുവരുന്നു. എത്രയാണ്? 18,000. അതെങ്ങനെ കാണിക്കാം? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം. നമ്മൾ കേസ് നമ്പർ 2ലും പറഞ്ഞ അതേ കേസ് തന്നെയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം. പ്രീമിയം അതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ഗുഡ് വിൽ എന്ന് ഉപയോഗിച്ചാലും തെറ്റില്ല. എന്നാൽ ഗുഡ് വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പോ ഏത് കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്? പ്രീമിയം എന്ന വാക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും എൻട്രി എന്താണ്? നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല. എന്താണ്? ക്യാപിറ്റൽ കൊണ്ടുവരുന്ന എൻട്രി, പ്രീമിയം കൊണ്ടുവരുന്ന എൻട്രി രണ്ടും ക്യാഷ് ആയിട്ട് കിട്ടി. മൂന്നാമത്തെ എൻട്രി എന്താണ്? ഈ ലഭിച്ച 18,000 രൂപ പ്രീമിയം ഇവർ എന്ത് ചെയ്യുന്നു? വീതിച്ചെടുക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലെ? ഏത് റേഷ്യോയിലാണ്? സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ്. ആ സാക്രിഫൈസ് റേഷ്യോ എത്രയാണ്? 3:5 ആണ് എന്ത്? സാക്രിഫൈസ് റേഷ്യോ. അത് ചെയ്യുന്നു നമ്മള് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെ? 3:5 ആണ് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോ എന്നുള്ളത്. സോ ഈ ലഭിച്ച 18,000 അവരെന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. 6,750, 11,250. അതെങ്ങനെയാ കിട്ടിയത്? മനസ്സിലാവാത്തൊന്നും നോക്കുക. എന്തായിരിക്കും? ആ ലഭിച്ച 18,000 ഗുണിക്കണം. ഒരാൾക്ക് 3 ഭാഗമാണ്. അപ്പോ 3 ടോട്ടൽ എത്രയാ? 8. രണ്ടാമത്തെ ആൾക്കോ 18,000 ഇൻറ്റു 5 ഭാഗമാണ് 5/8. ഇതിന്റെ റിസൾട്ട് ആണെന്ത്? ഒന്നാമത്തെ ആൾക്ക് 6,750, രണ്ടാമത്തെ ആൾക്ക് 11,250 എന്നുള്ളത്. ക്ലിയർ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? അവർക്ക് നമ്മൾ ഈ ഒരു കിട്ടിയ പ്രീമിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു സന്തോഷ് ക്യാപിറ്റൽ ആൻഡ് ലീസ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി അപ്പൊ അങ്ങനെ മൂന്നാമത്തെ ഓപ്ഷനുമായി. നാലാമത് എന്താ ചെയ്യുന്നത്? ഈ ലഭിച്ച എമൗണ്ടിൽ നിന്ന് പകുതി അവരെന്ത് ചെയ്യുന്നു? വിഡ്രോ ചെയ്യുന്നു. പകുതി അവരെന്ത് ചെയ്യുന്നു? വിഡ്രോ ചെയ്യുന്നു. നോക്കാം നമുക്ക് എങ്ങനെയാന്നുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞു ഇവരെ എന്താ ചെയ്തിട്ടുള്ളത്? ഇവർക്ക് ഇപ്പൊ ഇവരെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു സന്തോഷ് ക്യാപിറ്റൽ ആൻഡ് ലീസ് ക്യാപിറ്റൽ. എന്ത് ചെയ്യാ? അടുത്ത എൻട്രി എന്താ കൊടുക്കുന്നത്? സന്തോഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ആൻഡ് ലീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ളത്. ടു ക്യാഷ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 9,000 ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് വേണ്ട.
ഓക്കെ, അവരെ ഹാഫ് പിൻവലിക്കാന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഹാഫ് പിൻവലിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ കാണുന്ന ഈ എമൗണ്ട് അല്ലെ 6750, ഇതിന്റെ നേരെ പകുതി എടുക്കുക. അതാണ് എന്ത് 3375 എന്നുള്ളത്. ഇനി എന്ത് ചെയ്യാ? 11250 പകുതി എടുക്കുക. അതാണ് എന്ത് 5625 എന്നുള്ളത്. ഓക്കെ, ഇത് രണ്ടുമാ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 9000 എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 എൻട്രീസ് ആണിത്. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ കേസ് ആണ്. എന്താണ് ഇത്? കേസ് എങ്ങനെയാണ്? ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നു, അതെന്ത് ചെയ്യുന്നു? അത് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്നും പിൻവലിക്കാന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഈ 3 എൻട്രി എന്താണ്? ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എല്ലാ ക്വസ്റ്റ്യനിലും. എല്ലാ കേസുകളിലും ഓൾമോസ്റ്റ് സെയിം. എപ്പോഴും സെയിം എന്നല്ല, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നു, ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, ഗുഡ് വിൽ കൊണ്ടുവരുന്നു, ആ ഗുഡ് വിൽ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ കിട്ടിയതിലെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു? അവര് പിൻവലിക്കുന്നു. നമ്മൾ ആലോചിച്ചാൽ മതി. ക്യാഷ് ബിസിനസ്സിന് പോവുകയാണ്. അപ്പൊ ക്യാഷ് എന്ത് ചെയ്യാ? ക്രെഡിറ്റ് ചെയ്യാം. ആർക്കാണ് ലഭിക്കുന്നത്? അവരെന്ത് ചെയ്യാ? ഡെബിറ്റും ചെയ്യാം. സോ ദ ജേണൽ എൻട്രി വിൽ ബി സന്തോഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ആന്റണീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ളത്. ദെൻ അപ്പൊ ചോദിക്കും ഈ എമൗണ്ട് ഇപ്പൊ എവിടുന്നാ വന്നതെന്നുള്ളത്. ഈ എമൗണ്ട് എന്താണ്? ഹാഫ്, പകുതി പിൻവലിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ ഇയാൾക്ക് ഇതാണ് കിട്ടിയുള്ളത്. ഇതിന്റെ ഹാഫ് ആണ്. ഹാഫ്, പകുതി. ഇതിന്റെ ഹാഫ് ആണ് എന്ത്? ഇത് ഹാഫ്, പകുതി. ഓക്കെ, ആ പകുതിയാണ് പിൻവലിക്കുന്നത്. ഇപ്പൊ മുഴുവനായിട്ട് പിൻവലിച്ചു എന്ന് പറഞ്ഞാലോ എന്തായിരിക്കും എൻട്രി? ഇതേ എമൗണ്ട് ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക അല്ലെ? 6750, 11250 എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ 3 കേസുകൾ. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞു, പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്നു, നമ്മുടെ അക്കൗണ്ടിൽ എന്തില്ല? നോ ജേണൽ എൻട്രി. രണ്ടാമത്തെ കേസ് പറഞ്ഞു, ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നു, ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നു? അത് റീറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെ എന്തുള്ളൂ? ആകെ 2 എൻട്രി ഉള്ളൂ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം, പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ്. രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് എന്തായിരുന്നു? ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നു, കിട്ടിയതിന്റെ പകുതിയോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ എന്ത് ചെയ്യുന്നു? ഓൾഡ് പാർട്ട്നേഴ്സ് പിൻവലിക്കുന്നു എന്നുള്ളത്. ക്ലിയർ ആണല്ലോ?